ദർശൻ മീഡിയ അവതരിപ്പിക്കുന്ന വോക്സ് ഏഞ്ചലസ് സീസൺ 3 പവർഡ് ബൈ ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂൾ മാള. എല്ലാവരെയും 10th എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും വിത്തുകൾ പാകി ഭൂമിയെ സ്വർഗമാക്കാൻ നമ്മോട് കൂടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ദേവമാത ചർച്ച് വല്ലപ്പാടി. നമുക്ക് അവരുടെ വിശേഷങ്ങൾ ചോദിക്കാം. ദിവ്യതാരം മണ്ണിൽ പിറന്നു, രാജരാജനവതരിച്ചു. ബേത്ലഹേം പുരിയിൽ കാലിതൻ കൂട്ടിലായി മണ്ണും വിണ്ണും നിറഞ്ഞൊരു പൊൻപൈതലാം. ബേത്ലഹേം പുരിയിൽ കാലിതൻ കൂട്ടിലായി മണ്ണും വിണ്ണും നിറഞ്ഞൊരു പൊൻപൈതലാം. സോ ഹലോ എവ്രിവൺ, എല്ലാരും റെഡി അല്ലേ? യെസ്, നിങ്ങളെ കാണുമ്പോ ഒരു വെറൈറ്റി കോസ്റ്റ്യൂമാണ് നിങ്ങൾ ഇവിടെ ഇറക്കിയിരിക്കുന്നത്. മാതാവുണ്ട്, ഔസപിതാവുണ്ട്, ആട്ടിടയന്മാരുണ്ട്, രാജാതിരാജന്മാർ, സാന്റാക്ലോസ് എല്ലാവരും ഉണ്ട് അല്ലേ? ഒരു പുൽക്കൂടായിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സോ ഓൾ ദ വെരി ബെസ്റ്റ്, നന്നായിട്ട് ചെയ്യുക. ദിവ്യതാരം മണ്ണിൽ പിറന്നു, രാജരാജനവതരിച്ചു. ദിവ്യതാരം മണ്ണിൽ പിറന്നു, രാജരാജനവതരിച്ചു. ബേത്ലഹേം പുരിയിൽ കാലിതൻ കൂട്ടിലായി മണ്ണും വിണ്ണും നിറഞ്ഞൊരു പൊൻപൈതലായി. ബേത്ലഹേം പുരിയിൽ കാലിതൻ കൂട്ടിലായി മണ്ണും വിണ്ണും നിറഞ്ഞൊരു പൊൻപൈതലായി. ദിവ്യതാരം മണ്ണിൽ പിറന്നു, രാജരാജനവതരിച്ചു. ബേത്ലഹേം പുരിയിൽ കാലിതൻ കൂട്ടിലായി മണ്ണും വിണ്ണും നിറഞ്ഞൊരു പൊൻപൈതലായി. ദിവ്യതാരം മണ്ണിൽ പിറന്നാരം മണ്ണിൽ പിറന്നു. ഒരു താരകം ദൂരെ വാനിലായി, രാജാതിരാജന്റെ വരവിനായി മഞ്ഞു പെയ്യുമി ശാന്തരാത്രിതൻ ദിവ്യ സംഗീതമായി ദേവദൂതരും. ഒരു താരകം ദൂരെ വാനിലായി, രാജാതിരാജന്റെ വരവിനായി മഞ്ഞു പെയ്യുമി ശാന്തരാത്രിതൻ ദിവ്യ സംഗീതമായി ദേവദൂതരും. ലോകരക്ഷകനായി ദൈവം പിറന്നു, സ്നേഹതാരമായി പുലരി
ഏകിടാൻ കാട്ടിടയർ വന്നു കൂട്ടമായി വനവൃന്ദവും ദൂതസംഗമായി ദേവാദിദേവന് സ്തുതികളായി കുഞ്ഞു പൈതലിൻ കാഴ്ചയേകിടാൻ ആട്ടിടയർ വന്നു കൂട്ടമായി വനവൃന്ദവും ദൂതസംഗമായി ദേവാദിദേവന് സ്തുതികളായി മണ്ണിൽ മാനവർക്കായവൻ പിറന്നു പാരിൽ പാപവിമോചകനായി മണ്ണിൽ മാനവർക്കായവൻ പിറന്നു പാരിൽ പാപവിമോചകനായി ഗോശാല തന്നിൽ പൊന്നൊളിയായി ദേവകുമാരന്റെ ജനനം ഗോശാല തന്നിൽ പൊന്നൊളിയായി ദേവകുമാരന്റെ ജനനം ദിവ്യതാരം മണ്ണിൽ പിറന്നു രാജരാജൻ അവതരിച്ചു ദിവ്യതാരം മണ്ണിൽ പിറന്നു രാജരാജൻ അവതരിച്ചു ബേത്ലഹേം പുരിയിൽ കാലികൾ കൂട്ടിലായി മണ്ണും വിണ്ണും നിറഞ്ഞൊരു പൊൻപൈതലായി ബേത്ലഹേം പുരിയിൽ കാലികൾ കൂട്ടിലായി മണ്ണും വിണ്ണും നിറഞ്ഞൊരു പൊൻപൈതലായി ദിവ്യതാരം മണ്ണിൽ പിറന്നു രാജരാജൻ അവതരിച്ചു ബേത്ലഹേം പുരിയിൽ കാലികൾ കൂട്ടിലായി മണ്ണും വിണ്ണും നിറഞ്ഞൊരു പൊൻപൈതലായി ദിവ്യതാരം മണ്ണിൽ പിറന്നു. ഒരു ക്രിസ്മസ് രാവ് തന്നെയാണ് ഇവിടെ ഇവർ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു വെറൈറ്റി പെർഫോമൻസ് തന്നെയായിരുന്നു. നമുക്കിനി ജഡ്ജസിനോട് ചോദിക്കാം. ഇത് വെറും ഒരു പെർഫോമൻസ് അല്ല, ഇതൊരു വോക്കൽ പെർഫോമൻസ് അല്ല, ഇതൊരു സ്കിറ്റ് പെർഫോമൻസ് അല്ല. ശരിക്കും ബത്ലഹേമിലെ കാലിത്തൊഴുത്തൊക്കെ നിങ്ങളിവിടെ ശരിക്കും റീക്രിയേറ്റ് ചെയ്തു. വണ്ടർഫുൾ പെർഫോമൻസ് കേട്ടോ. താങ്ക് യു. എനിക്ക് നിങ്ങൾ ഈ വേഷത്തിലൊക്കെ വന്നപ്പോഴേ സത്യം പറഞ്ഞാൽ എനിക്ക് ആയ കൺഫ്യൂഷനായിരുന്നു, ഇത് എങ്ങനെയാണ് നിങ്ങൾ പാടാൻ പോകുന്നതെന്നുള്ളത്. പക്ഷെ പാടി തുടങ്ങിയപ്പോൾ നിങ്ങൾ ഒന്നിനെക്കുറിച്ച് ബോധേടല്ല, നിങ്ങൾ ശരിക്കും ആ താരം പിറന്നതിനെക്കുറിച്ച് അങ്ങ് ശരിക്കും മാലാഖമാർ പാടിയ പോലെ തുറന്ന് അങ്ങ് പാടി നിങ്ങളത്. ഇറ്റ് വാസ് വെരി ബ്രൈറ്റ്, ഭയങ്കര ബ്രൈറ്റായിരുന്നു നിങ്ങൾ പാടിയത്. ശരിക്കും ഒരു മാലാഖമാരുടെ ഒരു ജോയ്, ശരിക്കും ഒരു സന്തോഷ വാർത്ത അറിയിച്ചതിൻ്റെ മുഴുവൻ ഫീലും നിങ്ങളുടെ പാട്ടിലുണ്ടായിരുന്നു കേട്ടോ. എക്സലൻറ്റ്. താങ്ക് യു. ഈ കോസ്റ്റ്യൂമും ഈ ഒരു കോൺസെപ്റ്റൊക്കെ ആരെ ഡെവലപ്പ് ചെയ്തത്? ഇത് ആരാ നിങ്ങളോട് ഇത്രയും മനോഹരമായിട്ട് ഇങ്ങനെ ഒരു സാധനം ചെയ്യാൻ നിങ്ങളെ ആരെ ഗൈഡ് ചെയ്തതിന്? ഞങ്ങളുടെ ടീം ലീഡറായ ഷീന ചേച്ചിയാണ്. ഷീന ചേച്ചി, പിന്നെ ഞങ്ങളുടെ വികാരി അച്ഛൻ സജി അച്ഛൻ. നിങ്ങൾ ഏത് ഇടവകയെന്ന് വരുന്നു? ദേവമാത ചർച്ച് വല്ലപ്പാടി. വല്ലപ്പാടി. ഓക്കെ, എന്തായാലും വല്ലപ്പാടി എല്ലാവരെയും ഒന്ന് ഞെട്ടിച്ചു കേട്ടോ. സാധാരണ ഒരു എന്താ പറയുക, ക്രിസ്മസ് കാരൽ മത്സരത്തിനപ്പുറത്തേക്ക് ഞങ്ങളെ ശ്രോതാക്കളെയും വ്യൂവേഴ്സിനെയൊക്കെ കൂട്ടിക്കൊണ്ടുപോയി. ദാറ്റ്സ് ഗ്രേറ്റ്. എനിക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ എനിക്ക് തോന്നി. സെക്കൻഡ്സ് പാടിയത് ആരായിരുന്നു ഇതിനകത്ത്? 3 പേര് അല്ലേ? നല്ല നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു സെക്കൻഡ്സ് പാടിയത്. കുറച്ചേ പാടിയുള്ളൂ നിങ്ങൾ, അതിൻ്റെ വിഷമം എനിക്കുള്ളൂ. സെക്കൻഡ് നോട്ടുകൾ മാത്രമേ പാടിയുള്ളൂ. ബേസിക്കലി കുറച്ച് ഓൾട്ടോയും ഒക്കെ പാടിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു എനിക്ക് തോന്നുന്നു. വേറെ കുറച്ച് 1-2 വോയിസും കൂടെ ഒക്കെ ആഡ് ചെയ്തിരുന്നെങ്കിൽ ആ ഒരു ക്രിസ്മസിൻ്റെ ഫുൾ ഫീലിലേക്ക് എത്തിയേനെന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ മെയിൽ സിംഗേഴ്സ് 3 പേരല്ലേ? മെയിൽ സിംഗേഴ്സ് കുറച്ചും കൂടി സ്ട്രോങ് ആവായിരുന്നു എന്ന് തോന്നി പാടിയ സമയത്ത്.
മൈക്കിൻ്റെ ഒക്കെ പ്ലേസ്മെൻറ്റിനേക്കാൾ ഉപരി നിങ്ങൾ ആടിക്കൊണ്ട് പാടുമ്പോൾ മൈക്കിൽ നിന്ന് കുറച്ചും കൂടി ദൂരെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം അങ്ങനെയുള്ള കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, 3 പേരുള്ളത് കൊണ്ട്. ബട്ട് അതർവൈസ് ഭയങ്കര നല്ലതായിരുന്നു. കണ്ണിന് ആനന്ദവും കാതിന് എന്താ പറയുക ഒരു മധുരവും നൽകി നിങ്ങൾ. വണ്ടർഫുൾ പെർഫോമൻസ് കേട്ടോ. താങ്ക് യു സാർ. ശരിക്കും ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു. താങ്ക് യു. എന്താ എക്സലൻറ്റ് വിഷ്വൽസ് ആയിരുന്നു, അതിൻ്റെ ഒപ്പം തന്നെ എക്സലൻറ്റ് ഓഡിയോയുമാണ്. അതായത് നിങ്ങൾ രണ്ടും സെർവ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എല്ലാവരും കോയ മെമ്പേഴ്സ് ആണെങ്കിൽ പോലും വിഷ്വൽസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു. നിങ്ങൾക്കാവുന്ന രീതിയിൽ നിങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് എക്സലൻ്റ് ആയിട്ട് അത് ചെയ്തു. എനിക്ക് നിങ്ങളവിടെ കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് വരുന്ന വാക്ക് ചിയർഫുൾ, ജോയ്ഫുൾ എന്നുള്ള വാക്കുകൾ എൻ്റെ മനസ്സിൽ വരുന്നത്. എനർജറ്റിക്, അത്രയും നിങ്ങളിങ്ങോട്ട് ആ ഒരു എനർജി വമിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. നിങ്ങളുടെ വേഴ്സസിൽ ഒരു താരകം എന്ന് പറഞ്ഞ ഭാഗം, കുഞ്ഞു പൈതലിൻ, ആ ഭാഗത്തിലൊക്കെയല്ലേ നിങ്ങൾ പാട്ട് പാടുന്നത്. ആ ഭാഗമൊക്കെ ഭയങ്കര നല്ല മനോഹരമാണ് ഭാഗങ്ങളൊക്കെ. അതുകൊണ്ട് എനിക്ക് തോന്നി നിങ്ങൾ അതുപോലെ തന്നെ വേറെ കുറേ സ്ഥലങ്ങളിലും ഹാർമണി പാടായിരുന്നെന്ന് എനിക്ക് തോന്നി. പിന്നെ നിങ്ങളുടെ ഹമ്മിങ് നിങ്ങൾ ആദ്യം ഒരു ഹമ്മിങ് പാടുന്നുണ്ടല്ലോ, ആ ഹമ്മിങ്ങിൽ ഒരു നല്ല ഒരു കോഡ് പ്രോഗ്രഷൻ ഉണ്ട്, ഇടയ്ക്ക് വെച്ചിട്ട് നല്ലൊരു ആഡഡ് കോഡുണ്ട്. അത് അവിടെ തന്നെ നിങ്ങൾ ആ നോട്ടും എന്താ റെഗുലർ ഒരു സ്കെയിലിൽ ഇല്ലാത്തൊരു നോട്ട് നിങ്ങൾ പാടിയായിരുന്നു. അതെല്ലാവരും പെർഫെക്റ്റായിട്ട് പാടിയ ആ ഒരു നോട്ട്. എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഹമ്മിങ് പാടുന്ന സമയത്ത് കുറേ പേര് ഹെഡ് വോയിസിലാണ് പാടുന്നത്, കുറേ പേര് ചെസ്റ്റ് വോയിസിലാണ് പാടുന്നത്. അതായത് കുറേ പേര് ഭയങ്കര സോഫ്റ്റായിട്ടാണ് പാടുന്നത്, ആ എന്നും കുറേ പേര് ആ എന്നുമാണ് പാടുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു മിസ്മാച്ച് കുറച്ച് ഇവിടെ ഉണ്ടാവും. പിന്നെ അതുപോലെ ഈ ദിവ്യതാരം മണ്ണിൽ പിറന്നു രാജരാജൻ അവതരിച്ചു, അതൊന്ന് പാടാവോ? ദിവ്യതാരം മണ്ണിൽ പിറന്നു രാജരാജൻ അവതരിച്ചു. ഓക്കെ. ഇതിൽ ഞാൻ ആദ്യം ശ്രദ്ധിച്ചൊരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ പേര് രാജരാജൻ അവതരിച്ചു എന്നും കുറേ പേര് രാജരാജൻ അവതരിച്ചു എന്നാണ് പാടുന്നത്. അപ്പം അതായത് കുറച്ച് പേര് സംഗതിയും കുറച്ച് പേര് പ്ലെയിനും പാടുമ്പോൾ അവർ ക്ലാഷ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഗ്രൂപ്പായിട്ട് പാടുമ്പോൾ either എല്ലാവരും ആ സംഗതി പാടുക, അല്ലെങ്കിൽ എല്ലാവരും പ്ലെയിനായിട്ട് പാടാം. അങ്ങനത്തെ കുറച്ച് മൈന്യൂട്ട് സ്ഥലങ്ങളിൽ അങ്ങനെ ഒരു ക്ലാഷ് വന്നു. അത് അത്ര നോട്ടീസബിൾ അല്ല, പക്ഷേ ഇനിയൊരു ബെറ്റർ പെർഫോമൻസ് ഉണ്ടാവാൻ ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. ഇതൊക്കെ പറയുമ്പോഴും നിങ്ങളുടെ ഈ ഒരു വിഷ്വൽ ട്രീറ്റിന് ഇതൊന്നും കുറച്ച് കാണുന്നില്ല കേട്ടോ. നിങ്ങൾ അത്ര മനോഹരമായിട്ടാണ് സ്റ്റേജിൽ നിങ്ങളെ തന്നെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊന്നും എളുപ്പമല്ല. ഇത്രയും ഇങ്ങനത്തെ ഈ മേക്കപ്പുകളും ഉണ്ണീനെയൊക്കെ പൊതിഞ്ഞിങ്ങനെ അത് ആട്ടിൻകുട്ടി കയ്യിൽ എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്, ഇല്ലാത്തൊന്നുമില്ല. അപ്പോൾ ഇറ്റ് വാസ് വണ്ടർഫുൾ. ജസ്റ്റ് ആഡ് ചെയ്തു. എന്നിട്ട് അതുപോലെ തന്നെ നിങ്ങൾ പക്ഷേ ഞാൻ മറ്റേ ഹമ്മിങ്ങിൻ്റെ ഒരു കാര്യം പറഞ്ഞെങ്കിലും നിങ്ങൾ അവസാനമൊക്കെ വന്നപ്പോഴേക്കും എല്ലാ വേഴ്സിൻ്റെ മുമ്പിൽ നിങ്ങളൊരു ഹമ്മിങ് പാടുന്നുണ്ടല്ലോ, അവസാനമൊക്കെ വന്നപ്പോഴേക്കും അത് ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു. ആ ഒരു സ്റ്റാർട്ടിങ്ങിലെ ആ ഒരു വേവറിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവസാനമൊക്കെ ആയപ്പോഴേക്കും എല്ലാം നല്ല, ഞാനീ പറഞ്ഞ കറക്ഷൻസ് ഒന്നും അവിടെ എനിക്ക് പറയാനില്ലായിരുന്നു ആക്ച്വലി. അതൊരു ആസ് ദ പെർഫോമൻസ് വെൻറ്റ് ഓൺ ആൻഡ് ഓൺ അത് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുമായിരുന്നു, ഓരോ വേഴ്സും ഓരോ ലിറിക്കും എല്ലാം. സോ ഓവറോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതായത് അപ്പച്ചൻ പറഞ്ഞ പോലെ കണ്ണിനൊരു വിഷ്വൽ ട്രീറ്റും അതുപോലെ കാതിനൊരു ട്രീറ്റും എല്ലാം ഓൾ ഇൻ വൺ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. So Merry Christmas to you all. Same to you. ഈ ഒരു വെറൈറ്റി പെർഫോമൻസ് അവതരിപ്പിച്ചത് ദേവമാതാ ചർച്ച് വല്ലപ്പാടിയാണ്. നമുക്ക് അവരോട് സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ നിങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു വെറൈറ്റി
ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇവിടെ വെച്ച് വന്നതിൽ തന്നെ ഒരു വെറൈറ്റി ആയിരുന്നു. ആദ്യം തന്നെ നേരത്തെ പറഞ്ഞിരുന്നു ആ കോസ്റ്റ്യൂംസിന്റെ കാര്യം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ഫ്രണ്ടിൽ ആ പാട്ട് തുടങ്ങണേക്കാളും മുൻപ് ചെയ്ത ഒരു ചെറിയൊരു മൂവ്മെന്റ്സ്, അതൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അതുപോലെ തന്നെ ജഡ്ജസും ഇംപ്രസ്ഡ് ആയിരുന്നു. സോ ഇനിയും ഇതുപോലെ വെറൈറ്റി പെർഫോമൻസ് കൊണ്ടുവരണം. അപ്പൊ നിങ്ങൾ ഗൈഡ് ചെയ്തതൊക്കെ ആരാണ് ഈ ഐഡിയാസ് പറഞ്ഞു തരുന്നത്? ഒരു 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 മെഗാ സ്റ്റാർ ആണല്ലോ നിങ്ങളുടെ ഗ്രൂപ്പില്. ഇടവകയിലത്തെ തന്നെ വലിയൊരു സ്റ്റാർ. ചേച്ചിയുടെ പേര് ഷീന ചേച്ചി. ഓക്കെ. സോ ഇനിയും ഇതുപോലെ പെർഫോമൻസ് അവതരിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്.